ഹലോ എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു മിക്സ്ഡ് സാലഡ് ഉണ്ടാക്കാം. അപ്പോൾ സാലഡിൻ്റെ മേലെ ഒരു ഡ്രസ്സിങ്ങും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ആദ്യം ഡ്രസ്സിങ് ചെയ്തിട്ട് നമുക്ക് സാലഡ് മിക്സ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബദാം സോക്ക് ചെയ്തിട്ടുണ്ട്. ബദാമും കാഷ്യൂ ഒരു 4-5 ബദാം, 2 കാഷ്യൂ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ചക്കക്കുരുവാണ്. ചക്കക്കുരു കുറച്ച് ഉപ്പിട്ട് വേവിച്ച ചക്കക്കുരു ഒരു 3 ടേബിൾ സ്പൂൺ വേണം. പിന്നെ കുറച്ച് കുരുമുളക്, ഒരു വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ആപ്പിൾ സൈഡർ വിനെഗറാണ്. നോർമൽ വിനെഗർ അല്ല എടുത്തേക്കണേ, ആപ്പിൾ സൈഡർ വിനെഗർ. ആപ്പിൾ സൈഡർ വിനെഗർ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ മധുരമുള്ളത് തന്നെ നോക്കി വാങ്ങിക്കണം. മധുരമുള്ളതിലാണ് നമ്മുടെ ഗട്ടിന് ആവശ്യമുള്ള ഹെൽത്തി ബാക്ടീരിയാസ് ഉള്ളത്. നമ്മൾ ഫാറ്റ് ബേൺ ചെയ്യാനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു ജാർ എടുത്തിട്ട് നമുക്ക് ആദ്യം ഡ്രസ്സിങ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചക്കക്കുരു ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ബദാം തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂസും ഇടാം. എന്നിട്ട് ഇതിലേക്ക് ഒരു വെളുത്തുള്ളിയും കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമുള്ള ഉപ്പ് കുറച്ച് ചേർക്കാം. പിന്നെ ലാസ്റ്റിൽ നമ്മൾ എടുത്തു വെച്ച വിനെഗറും കൂടി ഒഴിച്ചിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടിത് അരച്ചെടുക്കാം. മയണൈസിൻ്റെയൊക്കെ കൺസിസ്റ്റൻസി എങ്ങനെയാണോ അതുപോലെ നമുക്കിത് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഡ്രസ്സിങ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സൈഡിലേക്ക് വെച്ചിട്ട് നമുക്ക് സാലഡെല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ സാലഡിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, മാതളത്തിൻ്റെ കുരു എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങ, ഒരു 2 ടീസ്പൂൺ തേങ്ങ, ഒരു ചെറിയ പീസ് ആപ്പിൾ ചെറുതായിട്ട് മുറിച്ചത്, പപ്പായ, ചെനച്ച പപ്പായ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്, അതും ചെറുതായി മുറിച്ചത്, പിന്നെ ഒരു ടീസ്പൂൺ സവാള പൊടിയായിട്ട് അരിഞ്ഞതും 1.5 ടീസ്പൂൺ ക്യാപ്സിക്കം അരിഞ്ഞതും ആണ് സാലഡിന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ക്യാരറ്റ്, അപ്പോൾ ഇത് ഒരാൾക്ക് കഴിക്കാനുള്ള അളവിനാണ് എല്ലാം എടുത്തിരിക്കണത്. ഇത് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് എടുത്തു വെച്ച തേങ്ങയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ പെപ്പർ പൊടിയൊന്നും ഇടണ്ട, കാരണം നമ്മുടെ ഡ്രസ്സിങ്ങിൽ ഓൾറെഡി പെപ്പർ ഇട്ടിട്ടുണ്ട്, ഉപ്പും അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ കുറവ്, ആവശ്യമില്ല ഉപ്പ്, എന്നാലും ഒരു നുള്ള് ഉപ്പ്, ഒരു 1/4 ലെമൺ, പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ജീരകത്തിൻ്റെ പൊടിയും ഫ്ലാക്സ് സീഡ് പൊടിച്ചതുമാണ്. ഒരു നുള്ള് ജീരകത്തിൻ്റെ പൊടിയും 1 സ്പൂൺ ഫ്ലാക്സ് സീഡും. ഫ്ലാക്സ് സീഡ് ചേർക്കുമ്പോൾ ഡയറക്റ്റ് ചേർക്കാതെ ഇതുപോലെ പൊടിച്ച് ചേർക്കാം. ഫ്ലാക്സ് സീഡ് എപ്പോഴും റോസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ പൊടിച്ച് ഉപയോഗിക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ഡ്രസ്സിങ്ങും കൂടിയും ചേർത്തിട്ട് മിക്സ് ചെയ്യാം. സാലഡ്സ് ലോ കാലറി ഫുഡാണ്. അതിൽ നിറയെ ഫൈബറും അതുപോലെ മൈക്രോ ന്യൂട്രിയൻസും ഉണ്ട്. അപ്പോൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള വൈറ്റമിൻസൊക്കെ ഈ ഒരു ബൗൾ സാലഡിൽ നിന്ന് കിട്ടും. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലഞ്ചും ഡിന്നറും കഴിക്കുന്നതിന് മുമ്പ്
ഒരു ബൗൾ സാലഡ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ വയറ് പകുതി നിറയും. പിന്നെ ആവശ്യത്തിനുള്ള എമൗണ്ട് നമ്മൾ കഴിക്കുള്ളൂ. അപ്പോൾ ചോറായാലും അതെ, അതുപോലെ ചപ്പാത്തി, അങ്ങനെ എന്തായാലും ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ് ഒരുവിധം ഫുൾ ഫില്ലാവും. അപ്പോൾ കുറച്ച് എമൗണ്ട് നമ്മൾ ബാക്കിയുള്ള ഐറ്റംസും കഴിക്കുള്ളൂ. കാലറി ഇൻടേക്ക് കുറവായതുകൊണ്ട് വെയിറ്റ് ലോസ് നടക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഡ്രസ്സിങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2.5 ടീസ്പൂൺ നമുക്ക് ഡ്രസ്സിങ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു ക്യാരറ്റോ അല്ലെങ്കിൽ കുക്കുംബറോ സവാളയോ ചേർത്തിട്ട് ഒരു 1/2 കപ്പെങ്കിലും നിങ്ങൾ സാലഡ് കഴിച്ചിട്ട് ലഞ്ചും ഡിന്നറും എടുക്കുക. അങ്ങനെ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. വെയിറ്റ് ലോസ് സാലഡ്സിന് പറ്റിയൊരു പെർഫെക്റ്റ് ഡ്രസ്സിംഗ് ആണിത്. ഹെൽത്തി ഫാറ്റ്സ് ഉള്ളതുകൊണ്ട് ഇത് കുറച്ചുകൂടി നമ്മുടെ സാലഡിനെ ന്യൂട്രീഷ്യസ് ആക്കും. അടിപൊളിയാണ്. ആ ഡ്രസ്സിങ്ങിൻ്റെ ടേസ്റ്റും അതുപോലെ തേങ്ങയുടെ ഫ്രഷ്നെസ്സൊക്കെ ചേരുമ്പോൾ സാലഡിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. എന്നാലാണ് നമ്മുടെ അപ്കമിങ് ഹെൽത്തി വീഡിയോസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കിട്ടുള്ളൂ. അടുത്തൊരു ഹെൽത്തി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.